കണ്ട നമുക്ക് അങ്ങോട്ട് എറിഞ്ഞു നോക്കിയാലോ. അടിപൊളി കേട്ടാ. നോക്കൂ ഞാൻ ക്ലീൻ ചെയ്ത സ്ഥലങ്ങൾ നോക്കൂ. ക്ലീനായിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ. നോക്കൂ അത് നോക്കിക്കണ്ടേ. ഏതാണ്ട് കേക്ക് എടുക്കണ പോലെ ഇല്ലേ ഫുള്ള് ഇങ്ങനെ വീണാ മതി. ഞാനൊക്കെ ആണെങ്കിൽ ശരിക്കും വീഴും. സൂപ്പർമാൻ വീണല്ല. അന്നൊരു കാര്യം ചാട കിടന്ന് ഉറങ്ങിക്കോ. ഹലോ, ഇന്ന് നോമ്പിൻ്റെ 6ാമത്തെ ദിവസമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഭയങ്കര മഞ്ഞായിരുന്നു. നോക്കിക്കണ്ടേ, എന്താ മഞ്ഞ് മാറ്റാൻ വേണ്ടി നമ്മൾ താഴെ ഇറങ്ങിയൊക്കെയാണ്. അപ്പം ഇന്ന് ഫുള്ള് മഞ്ഞിലാണ് ഇന്നത്തെ നോമ്പ് വിശേഷങ്ങൾ. അപ്പം നമുക്ക് നോക്കാട്ടെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന്. ഭയങ്കര മഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഞ്ഞായിരുന്നു. ആകെ മൂടി. എത്രയുടെ റാസ? 20 ഇഞ്ച് ഉയരത്തിലാണ് മഞ്ഞ് പെയ്തത്. ഇന്നലെ ഉച്ചക്ക് തുടങ്ങിയ മഞ്ഞാണ്. ഈ രാവ് മൊത്തം മഞ്ഞ് ആയിരുന്നു. നല്ല അടിപൊളി മഞ്ഞായിരുന്നു. ഞാൻ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. രാത്രി പെയ്യണത് ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വീഡിയോ. അപ്പം നമ്മൾ താഴെ ഇറങ്ങിയൊക്കെയാണ്. നമ്മുടെ വണ്ടിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ വണ്ടി ക്ലീൻ ചെയ്തില്ലെങ്കിലേ അത് ഉറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല മഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും ഒരുവിധം എല്ലാ വണ്ടികളും ക്ലീൻ ചെയ്ത് അതാണ് അതിങ്ങനെ താന്നു. അപ്പോൾ ഇവിടെയുള്ള എല്ലാ വണ്ടികളും ഒരുവിധം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടി മാത്രമേ അനക്കാത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലീൻ ചെയ്യാം. അതുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങിയേക്കണാണ്. എപ്പോഴും കാണിക്കണ പോലെയൊക്കെ തന്നെയാണ് വീഡിയോ, എങ്കിലും നമുക്ക് കാണണ്ടേ, ഇതൊക്കെ ഒരു രസമല്ലേ. ഇത് ഇനിയിപ്പോൾ ഇത്തവണ ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് കഴിഞ്ഞ് ഇനിയും പെയ്യുന്നൊക്കെ ഉണ്ടാ പറയണം മഞ്ഞ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. വേണ്ട ഇത്രയും ഇതിങ്ങനെ ഫുള്ള് പരന്ന് കിടക്കുകയാണ്. അയ്യോ നോക്ക്. ഓ അവിടെ ഫുള്ള് ക്ലീനിങ് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയാണ് ആ ഒച്ച കാണുന്നത്. പാത്തു നീ എങ്ങടെ പോണേ? അയ്യോ ആ ചെരുപ്പിട്ട്. ഷൂ ആണ് ഇട്ടേക്കണം. ഇവിടുത്തെ ഈ സൈഡിലെ മരങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഫുള്ള് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കണം. നോക്ക്, നല്ല രസം. ഏയ് നമ്മുടെ റൂമിൽ നിന്നാ കാണാം. ഞാൻ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം കേട്ടോ റൂമിലുള്ളത്. പക്ഷെ ഇവിടെ താഴെ ഇറങ്ങിയാലാണ് ശരിക്കും കാണാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് ഇവിടെ സ്കൂളൊക്കെ അവധിയാണ് കേട്ടോ. ഈ ഒരു മഞ്ഞ് കാരണം ഫുള്ള് അവധി കൊടുത്തേക്കാണ്. കാരണം പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ നാളത്തെ കാര്യം എങ്ങനെയെന്ന് അറിയില്ല. ക്ലാസ് ഉണ്ടോ ഇല്ലയോ, ഉണ്ടാവാതിരിക്കാനും സാധ്യത. കാരണം വെച്ചാൽ ഈ മഞ്ഞേ ഇതിങ്ങനെ വീട് കിടക്കുകയാണ്. എല്ലായിടത്തും ഇതേപോലെ ക്ലീൻ ആവണമെന്നില്ലല്ലോ. പക്ഷെ റോഡിലൊക്കെ എപ്പോഴും ഫുള്ള് അപ്പം ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. വീടുകളുള്ളവർക്കൊക്കെയാണ് പ്രശ്നം. നമുക്ക് പിന്നെ ഇപ്പോൾ ഒന്നും അറിയണ്ട. ഇതൊക്കെ അവരെന്നെ വന്ന് ഫുള്ള് ക്ലീൻ ആക്കിക്കോളും. ഈ നടക്കണ വഴിയും വണ്ടി പോണ വഴിയും ഒക്കെ നമ്മൾ നമ്മുടെ വണ്ടി ക്ലീൻ ചെയ്യണം. അതാണ് അപ്പോൾ നമുക്കിനി നമ്മുടെ വണ്ടി ക്ലീൻ ചെയ്യാം. പിള്ളേർക്ക് പിന്നെ ഈ മഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രാന്താണ്. മഞ്ഞ് വീഴാൻ നോക്കിയിരിക്കുക ഇങ്ങനെ ഇറങ്ങി കളിക്കാനായിട്ട്. എനിക്ക് പക്ഷെ അത്ര വല്ല ഇതൊന്നുമില്ല. അന്ന് ഭയങ്കര മഞ്ഞ് പെയ്തപ്പോഴേ ഇതൊന്നും എങ്ങനെയെങ്കിലും അലിഞ്ഞു പോയാൽ മതി എന്നായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ. അതങ്ങനെ അലിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ സമയത്താണ് ഇപ്പോൾ വീണ്ടും മഞ്ഞ് പെയ്തേക്കണത്. വീണ്ടും ശക്തമായിട്ട്. അത് ഭയങ്കര കഴിഞ്ഞ തവണത്തെ പോലെയല്ല. കഴിഞ്ഞ തവണത്തേൽ ഇരട്ടിയാണ് ഇത്തവണ വീണേക്കണത്. ഇനി 2 ദിവസവും കൂടി കഴിഞ്ഞ് പെയ്യുമെന്ന് പറയണം. അതെങ്ങനത്തെ മോഡലാണെന്ന് അറിയില്ല. അപ്പോൾ അലർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാവരും വീടിൻ്റെ അകത്തിരിക്കുക, പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് അലർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ അങ്ങനെ ഒന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒക്കെ നോമ്പൊക്കെ ആയതുകൊണ്ട് ഒരു ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നല്ല കാറ്റുണ്ട്, പക്ഷെ തണുപ്പ് ചെറിയൊരു കുറവുണ്ട്. ക്ലീൻ ചെയ്യൽ തുടങ്ങിയില്ല. അതെ ഈ റോഡൊക്കെ ഇവര് ക്ലീൻ ചെയ്ത് വേണ്ട. അല്ല റോഡുകളൊക്കെ ഇവരെന്നെ അപ്പാർട്ട്മെൻറ്റുകാരെന്നെ ക്ലീൻ ചെയ്ത് ഒരുവിധം ആക്കിയിട്ടുണ്ട്. വേണ്ട ഒരു വണ്ടി കണ്ട ഇങ്ങനെ ക്ലീൻ ചെയ്യണത്. അത് അപ്പാർട്ട്മെൻറ്റുകാർ വിട്ടേക്കണ വണ്ടി. അത്
നമ്മളാണെങ്കിൽ ഷീറ്റൊന്നും ഇടാൻ മറന്നുപോയിന്നേ. പിന്നെ ഓർത്ത് വേണ്ട, ഷീറ്റൊന്നും ഇടണ്ട, നമുക്ക് ക്ലീൻ ചെയ്യാലോന്ന് വിചാരിച്ച്. വേണ്ട, ഇതിങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുക. വേണ്ട, ഇത് ആ റോഡിലെ ആ മെറ്റലാണ് അഴുക്ക്. അയ്യോ, കയ്യിൽ അധികം നേരം പിടിക്കാൻ പറ്റില്ല കേട്ടാ, തണുക്കണ്. നമുക്കത് അങ്ങോട്ട് എറിഞ്ഞ് നോക്കിയാലോ. പൊട്ടിച്ചു പോയി. അധികം നേരം പിടിക്കാൻ പറ്റില്ല, കൈ മരവിച്ചു. റാസ് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. റാസിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഈ ഒരു മഞ്ഞ് ക്ലീൻ ചെയ്യാന്നുള്ളത്. മഞ്ഞ ആവാൻ നോക്കിയിരിക്കും, വണ്ടി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ചു നേരം കൂടി കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നതാ. പക്ഷേങ്കിലേ കുറച്ചു നേരം കൂടി കഴിഞ്ഞത് കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം ഇപ്പം തന്നെ അങ്ങനെ ഇറങ്ങി ക്ലീൻ ചെയ്യണം. എങ്ങനെയാണ് റാസേ? ഭയങ്കര ഈസിയാണോ ചെയ്യാൻ? ഒന്ന് ഞാൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇവിടെ നിൽക്കുക, ഞാൻ ചെയ്ത് പിടിക്കേ. കൊള്ളാലോ, അടിപൊളി എക്സ്പീരിയൻസ്. ഭയങ്കര പെട്ടെന്ന് തന്നെ വരും കേട്ടാ. ഇതിങ്ങനെ അപ്പം വീണിട്ട് അതിനെ ഉറച്ചിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വീട് പോവാ. ഹായ്, അടിപൊളി കേട്ടാ. ഞാനെപ്പോഴും ഇങ്ങനെ നോക്കിക്കാറാ പതിവ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കാം. വെള്ളം ഇതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കണം. നോക്കൂ, ഞാൻ ക്ലീൻ ചെയ്ത സ്ഥലങ്ങൾ നോക്കൂ എങ്ങനെയുണ്ട്. ഇത് പക്കാ ക്ലീനായിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ. നോക്കൂ. അയ്യോ, ഇവിടെ കുറച്ച് പോയിട്ടാ ചില സ്ഥലങ്ങൾ ഭയങ്കര ഇത്തിരി കട്ടിയിലൊക്കെ വലിച്ചെടുക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ ആദ്യം ഓർത്ത് ലൈവൊക്കെ പോവാം, പിന്നെ വിചാരിച്ചു ഇന്നാൾ പോയതല്ലേ, ഇനിയിപ്പോൾ ഒരേ ഇത് തന്നെ ഇട്ടിട്ട് എന്താ കാര്യം. നോക്കട്ടെ, ചിലപ്പോൾ പോവും. ഇപ്പോൾ അത് ചെയ്ത് നോക്ക്. അതിന് കയ്യെത്തോ? നോക്കി ചെയ്യട്ടാ, വീടല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനപ്പോൾ ചെറിയൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടവരുണ്ടാവുമായിരിക്കും, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതേ ഈ ഭാഗത്തൊക്കെ ഒരു വിധപ്പെട്ട വണ്ടികളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ചെയ്യാത്ത നമ്മളെപ്പോഴുള്ള വടിയന്മാരായിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ, ഈ കാറ് നോക്കിക്കണ്ട ഏതാണ്ട് കേക്ക് കിടക്കണ പോലെ ഇല്ലേ, ഫുള്ള് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം കേട്ടോ. ബാക്ക് സൈഡ് നോക്ക്, ഞാൻ എപ്പോഴും കാണിച്ചതിനൊക്കെ തന്നെയാണ്, എങ്കിലും ഇതൊക്കെ തന്നെ ഉള്ളൂ എനിക്കിവിടെ കാണിക്കാൻ. ഇത് നോക്ക്, കണ്ടോ, ഇത് ചെറിയൊരു കുളം പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെയാണ് ഈ പിള്ളേർ സ്കേറ്റിംഗ് ഒക്കെ നടത്താം. മോളിൽ നിന്ന് ഒരു ഷീറ്റ് വെച്ച് ഇങ്ങനെ കിപ്പോട്ടേക്ക് ആ കുഴിയിലേക്ക് ഇങ്ങനെ ചാടും പിള്ളേർ. ഇപ്പോഴൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ, ഇതിപ്പോൾ മഞ്ഞ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ച് ചിലപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേർ ഇറങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇവിടുത്തെ വിശേഷങ്ങൾ. ആ കാണുന്നതാണ് ഇവിടുത്തെ കാടാണ്. ആ കാടിൻ്റെ അപ്പുറത്ത് ഹൈവേ ആണ്, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. എനിക്ക് കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അവിടെ എല്ലാവരും ഓരോരോ വണ്ടികളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണ കാഴ്ചയാണ് കാണുന്നത്. ഇതേ കണ്ട, ഈ വണ്ടികളൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ല, ചിലവർ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ മനുഷ്യനാണ് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പുറത്തേക്ക് കൊണ്ടൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. കാരണം മഞ്ഞൊന്നും കളയാതെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ അകത്തേക്ക്, കാരണം നോമ്പാണല്ലോ, കുറേ പണികളുണ്ട്. വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് സമയം ചിലവഴിച്ചിട്ട് കാര്യമില്ലല്ലോ. പോകാം. പിള്ളേരങ്ങടെ പോയേ. അവിടെ അപ്പുറത്ത് ഒരു ഫ്രണ്ട് നാട്ടിൽ പോയിട്ടുണ്ടേ. അപ്പോൾ ആളുടെ വണ്ടി നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കണം. അപ്പോൾ ആളുടെ വണ്ടിയും കൂടി ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണമെന്ന് പറയണ്ടായി. ഞങ്ങൾ പോയാവോ
ഞാനിനി എന്തായാലും പോണില്ല, എനിക്ക് വയ്യ, എനിക്ക് പണിയുമുണ്ട്, തണുത്തിട്ടും വയ്യ. എന്ന് വെച്ചുകൊണ്ട് എപ്പോഴും ഉള്ള തണുപ്പില്ല കേട്ടോ, മഞ്ഞ് പെയ്യുമ്പോൾ ഒരു തണുപ്പ് കുറവുണ്ട്. പിന്നെ ഈ കൈയൊക്കെ നമുക്ക് മരവിക്കും, പിന്നെ മൂട്ടീനൊക്കെ വന്നി ഇങ്ങനെ തണുപ്പത്ത് നിന്നിട്ട്. അപ്പോൾ അതേ നമ്മുടെ വണ്ടി കിടന്നു വെച്ച സ്ഥലമാണ്. അപ്പോൾ ഈ വണ്ടി നമ്മൾ ഇവിടുന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ അവർ ഈ സ്ഥലവും കൂടി വന്ന് ക്ലീൻ ചെയ്തോളൂ. അല്ലെങ്കിൽ ആ വണ്ടിയുടെ സൈഡിൽ കിടക്കണ മഞ്ഞൊക്കെ അതങ്ങനെ തന്നെ കെടുക്കും, അതാണ് പാട്. അതാണ് നമ്മൾ വണ്ടി മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് നീക്കിയിടാൻ പോയി. നമ്മുടെ വണ്ടി കണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഏരിയയിൽ. കണ്ടോ, നമ്മുടെ ഭാഗം കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ, കണ്ടോ. അപ്പോൾ ഇത് മാറ്റിയിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഫുൾ പക്ക ക്ലീനാക്കി അവർ തരും. അതാണ്. പത്തു തണുക്കണ്ട? കയ്യിൽ നീ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടല്ലോ. ഇട്ടിട്ടില്ലേ? അപ്പം നേരത്തെ പറഞ്ഞിട്ടേക്കണാണ്ട് ആ എന്തിനാ ഊരിക്കളഞ്ഞേ? ഇട്ടിട്ട് ഊരിക്കളഞ്ഞു. അത് അങ്ങനത്തെ മോഡൽ ഗ്ലൗസ് ഇട്ടിട്ടാ. വേറെ ഉണ്ടായിരുന്നല്ലേ നിനക്ക്? കാണൂല. ഒരു 500 ഗ്ലൗസ് ഉണ്ട്, പക്ഷെ ഒക്കെ പലയിടത്താ. പത്ത് വീഴൂട്ടാ, തെന്നി വീഴും. മഞ്ഞ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അധികം നേരം ഇടപഴകാൻ പറ്റൂലല്ലോ. ചെളിയിലിട്ട് ഇതാക്കല്ലേടി. ആ ഷൂവൊക്കെ ചീത്തയായി കണ്ട. അയ്യേ കണ്ട, പാൻറ്റയിലൊക്കെ തെറിച്ച്. ഇതേ അവിടെ പോവാ, അവിടത്തെ നല്ല മഞ്ഞ. ആ കളിച്ച് കളിച്ച് കിടന്നോ? എന്തിന്? ഞാനിങ്ങോട്ട് വീഴട്ടെ? വേണ്ടെന്ന്. വേദന എടുക്കൂല, പക്ഷെ പിന്നെ എണീക്കാൻ പറ്റില്ല, അതോടുകൂടി അവിടെ കിടക്കും. ഞാൻ കിടക്കട്ടെ? പിന്നെ എനിക്ക് വയ്യ. അയ്യോ, എന്നാ റാസ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടാ. അന്നൊരു കാര്യം ചെയ്യ്, അവിടെ കിടന്ന് ഉറങ്ങിക്കോ. നമ്മുടെ റൂമിൽ നിന്നിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. നല്ല രസമുണ്ടാണ് കാണാൻ. കഴിഞ്ഞ ദിവസം രാത്രി മഞ്ഞ് പെയ്തപ്പോഴത്തേനും എന്ത് ഭംഗിയായിരുന്നു എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ നമുക്ക് റൂമിൽ നിന്ന് കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ മഞ്ഞ് പെയ്യണത്. പിന്നെ മാത്രമല്ല ഈ ഒരു ഗ്ലാസിൻ്റെ ജനലായതുകൊണ്ടേ ഫുള്ള് ഇങ്ങനെ ജനലിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കുമ്പാരം പോലെ ഇങ്ങനെ കിടക്കണേണ്. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നോമ്പുതുറ വിഭവങ്ങളിലേക്ക് കിടക്കാം. കുറച്ച് വറപൊരികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊരിക്കാനായിട്ട്. സമൂസ, കട്ട്ലേറ്റ്, മുട്ട കബാബ്, ഇതെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈസി ആയിട്ട് അതൊക്കെ ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇനി അടുത്തായിട്ട് ഫ്രൂട്ട്സാണൊക്കെ കുറച്ചിച്ചാണ്ടോ ചെയ്യണുള്ളൂ. ആകെ നമ്മൾ 4 പേരല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ചിച്ചാണ്. പിന്നെ പോരാത്തിന് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും ഒന്നും ഇറങ്ങില്ല. ഈ കാണിക്കണ പ്രഹസനം മാത്രമേ ഉള്ളൂ. എല്ലാ ടേബിളിൽ നിരത്തിയാലും കഴിക്കാൻ നേരത്ത് ഏതെങ്കിലും ഒരു ഐറ്റമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ വയറ് നിറയും. അപ്പോൾ അതേ നമ്മൾ കുറച്ച് തണ്ണിമത്തനും കുറച്ച് മുന്തിരിയും അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ജ്യൂസ് അടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നോമ്പുതുറ പരിപാടികൾ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇനി ലാസ്റ്റായിട്ടുള്ളത് ചായ തിളപ്പിക്കലാണ്. അപ്പോൾ 2 ടൈപ്പ് ചായയൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് പേർക്ക് കട്ടൻ ചായ, കുറച്ച് പേർക്ക് പാൽ ചായ, അങ്ങനെ. പിന്നെ അതേ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഇപ്പോഴാണ് കേട്ടോ മുട്ട പുഴുങ്ങിയതൊക്കെ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും കഴിക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇതേ ഒരു സ്നാക്സ് ഫ്രൂട്ട്സൊക്കെ മാത്രമായിട്ടായിരിക്കും കഴിക്കണത്. അവരൊക്കെയാണ് ഇവിടുത്തെ നോമ്പുതുറ വിഭവങ്ങൾ. നമുക്കങ്ങനെ മഞ്ഞൊക്കെ കണ്ട് അങ്ങനെ നോമ്പ് തുറക്കാം. നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവില്ല കേട്ടോ. അപ്പോൾ അമേരിക്കയിലെ പുതിയ നോമ്പുതുറ വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.